KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദീപദാസ്മിഷി പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ആശയവിനിമയം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു അറിവുമില്ല. അങ്ങനൊരു ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല. ആ ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടി അറിയിക്കുക. ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണ്. മാനദണ്ഡം വരുമോ ഇതിനകത്ത്? ഇപ്പോൾ MP-മാർ വേണ്ട, MLA-മാർ വേണ്ട, ഒരാൾക്കൊരു പദവി, അതൊക്കെ പ്രായോഗികമാണോ? അല്ല, അതൊക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട്, മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനം. അത് വരുന്ന അവസരത്തിൽ അവരെടുക്കട്ടെ, തീരുമാനമൊക്കെ അവരെടുക്കട്ടെ. അധ്യക്ഷന് വരെ ഇരട്ട പദവിയുണ്ട്. അപ്പോൾ പിന്നെ KPCC അധ്യക്ഷന് മാത്രം ഈ ആഴ്ച ചുമതലയായി കണക്കാക്കുന്നത്? അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. MP ആണ്, അതുപോലെ തന്നെ UDF കൺവീനറാണ്. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കസേരയിൽ മാത്രമേ ഉള്ളൂ? അല്ല, അത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജോസഫ് പണിക്കർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇരട്ട പദവി വേണ്ട, ഒരാൾക്ക് ഒരു പദവി എങ്കിലും സ്മൂത്തായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ. ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നവരാണ്. അങ്ങയുടെ പേരും കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു റേസിലുമില്ല. പിന്നെ എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. അല്ല, അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. ആ തീരുമാനങ്ങളൊക്കെ പിന്നീട് വരും. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചനുസരിച്ച് അങ്ങ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ആ സമയത്ത് മാനദണ്ഡം പറഞ്ഞു. ഇപ്പോഴും അധ്യക്ഷ പദവിയിൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും യോഗ്യനായ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അത് പരിഗണിച്ചാൽ ആ ചുമതല സ്വാഭാവികമായി അങ്ങ് ഏറ്റെടുക്കില്ല എന്നുള്ളത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുവാൻ 100% ഞാൻ കടമപ്പെട്ടവനാണ്, ഉത്തരവാദിത്വപ്പെട്ടവനാണ്. ഏതായാലും വലിയ കാലതാമസം ഇല്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നയപരമായ കാര്യങ്ങളിൽ ഈ ചർച്ച വലിയ വിവാദം ഉടൻ ഉണ്ടാകേണ്ടല്ലോ. ഒരു അധ്യക്ഷന്റെ പദവിയിലേക്ക് ഇപ്പോൾ മന്ത്രിപദത്തിലേക്ക് പോയി അദ്ദേഹം തന്നെ പറഞ്ഞു ഉടൻ തന്നെ തീരുമാനിക്കേണ്ടത് താൻ ഒഴിയാൻ സന്നദ്ധനാണെന്ന്. എന്നിട്ട് എന്താണ് ഈ തടസ്സം എന്നുള്ളത്? അല്ല, ആ തടസ്സങ്ങൾ ഇതൊക്കെ സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഞങ്ങൾക്ക് അല്പസ്വല്പം സമയം വേണം. അതല്ലാതെ കണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നാളെ തീരുമാനം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്ക് പല ഘടകങ്ങളും നോക്കാനുണ്ട്. ആ ഘടകങ്ങൾ നോക്കിക്കൊണ്ട് തീർച്ചയായും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇത്തരം മാനദണ്ഡങ്ങൾ വയ്ക്കുന്നത് ശരിയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകൾ ചിലപ്പോൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു പോയിട്ടുണ്ടായിരിക്കാം, മറ്റ് പദവി വഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ KPCC അധ്യക്ഷൻ പോലത്തെ പദവിയിൽ ഈ മാനദണ്ഡങ്ങൾ വേണമോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ഘടകകക്ഷികൾക്ക് നിങ്ങൾ പറയുന്ന പോലുള്ള അതൃപ്തി ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഘടകകക്ഷികൾ ആരും തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അതൃപ്തിയോടുകൂടി എന്നോട് പറഞ്ഞിട്ടില്ല. അത് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അദ്ദേഹമാണ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ യോഗം വിളിക്കുന്നതിന് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനം എടുക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് തന്നെ, അത്രയും കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും. ഇപ്പം ഞങ്ങൾ ഭരണം തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അല്ല, അത് ആളുകൾ കാത്തിരിക്കുന്നു ശരി തന്നെ. ബഡ്ജറ്റ് കഴിഞ്ഞു, വിവിധ യോഗങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ ഒരു യോഗത്തിന് മാത്രം സമയം കിട്ടാത്തത് എന്നുള്ളതാണ്. അല്ല, അതിപ്പം ഞാൻ അതിന് മറുപടി പറയാൻ ആളല്ല.